തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. സുന്ദരേശ രാജാവിനും തടാതകാദേവിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജനനം വളരെ ശ്രേഷ്ഠമായിരുന്നു. ലക്ഷണമൊത്ത ഒരു ആൺകുട്ടി സുന്ദരേശ മഹാരാജാവിനും തടാതകാദേവിക്കും ജനിച്ചു. ആ ജനന കഥയാണ് ഇവിടെ പറയുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യൻ തന്നെയാണ് കുഞ്ഞായി ജനിച്ചത് എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്. സുബ്രഹ്മണ്യൻ്റെ എല്ലാ കലകളും 32 കലകളും ഒത്തിണങ്ങിയ ഒരു കുട്ടിയായിരുന്നു തടാതകാദേവിക്ക് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ സൗന്ദര്യവിശേഷത്തെക്കുറിച്ചുമെല്ലാം തന്നെ ഗംഭീരമായി കവി വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 32 പുരുഷ ലക്ഷണങ്ങൾ ഈ കുഞ്ഞിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അഞ്ചെണ്ണം ദീർഘമായും 4 ഹ്രസ്വമായും 5 സൂക്ഷ്മമായും 6 ഉന്നതങ്ങളായും 7 രക്തവർണ്ണത്തോടു കൂടിയതായും 3 ഗംഭീരങ്ങളായും 2 വിസ്തീർണങ്ങളായും ഉള്ള പുരുഷനാണ് മഹാപുരുഷൻ. അപ്പോൾ മഹാപുരുഷനുണ്ടായിരിക്കേണ്ട 32 ലക്ഷണങ്ങളും തികഞ്ഞവനായിരുന്നു ഈ കുഞ്ഞ്. അതുകൊണ്ട് കുഞ്ഞിന് സുന്ദരേശൻ പേരിട്ട് തൻ്റെ തന്നെ പര്യായപദമായിട്ടാണ്, അതായത് ഉഗ്രൻ. ശിവനെ 1000 സഹസ്രനാമങ്ങൾ ചൊല്ലി ജപിക്കുമ്പോൾ അതിലൊരു നാമം ഓം ഉഗ്രായ നമ എന്നാണ്. ആ ഉഗ്ര ശബ്ദത്തിൽ തന്നെയാണ് ഈ കുഞ്ഞിനെ പേരിട്ട് വിളിച്ചത് ഭഗവാൻ. അപ്പോൾ ഉഗ്രൻ എന്നുള്ള ആ മഹാപുരുഷന് പേര് വന്നതിൻ്റെ പിന്നിൽ ഈ 32 പുരുഷ ലക്ഷണങ്ങളും ഉള്ളതുകൊണ്ടാണ്. ആ പുരുഷ ലക്ഷണങ്ങളെ കൂട്ട് ഏതൊക്കെയാണ് എന്ന് തിരുവിളയാടൽ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. നോക്കൂ. നാവ്, പൃഷ്ഠം, മുഴങ്കാൽ, ജഘനം എന്നീ 4 ഹ്രസ്വങ്ങളായ അയാൾ മഹാഭാഗ്യവാനായി തീരും. പിന്നെ കേശം, അങ്കുലി, നഖം, ത്വക്ക്, ദന്തം എന്നീ 5 സൂക്ഷ്മങ്ങളായാൽ ദീർഘായുസ് ലഭിക്കും. കക്ഷം, കുക്ഷി, നാസിക, സ്കന്ധം, വക്ഷസ്ഥലം, നെറ്റി എന്നിവയാറും ഉന്നതങ്ങളായ പുരുഷന് എന്നെന്നും ഐശ്വര്യമുണ്ടാകും. പിന്നെ കാലടി, ചുണ്ട്, ഉള്ളംകൈ, നഖങ്ങൾ, കാല്, കടക്കണ്ണ്, ജിഹ്വ എന്നിവ 7 രക്തവർണ്ണത്തോടു കൂടിയതായാൽ മഹാസൗഖ്യത്തോടു കൂടിയവനായിത്തീരും. പിന്നെ സത്വം, സ്വരം, നാഭി എന്നിവ 3 ഗംഭീരമായിരിക്കേണ്ടത്. അതുപോലെ ശിരസ്, നാഭി ഇവ വിസ്തീർണമായിരിക്കണം. ഈ പറഞ്ഞ 32 ലക്ഷണങ്ങളും പുത്രനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉഗ്രൻ, മഹാ തേജസ്വി എന്നെല്ലാം അർത്ഥം വരുന്ന ആ ഉഗ്രപദത്തിലാണ് സുന്ദരേശൻ കുഞ്ഞിന് പേര് നൽകിയത്.
സർവഗുണ സമ്പന്നനായ ഉഗ്രന് നിശ്ചയമായും സാർവഭൗമത്വം സിദ്ധിക്കുമെന്ന് ഈ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. നിർമ്മലചിത്തനും നീതിശാസ്ത്രജ്ഞനും പ്രയത്നശാലിയും കരുണാമയനും ശാന്തനും സർവജനപ്രിയനുമായ ഇവൻ എന്തുകൊണ്ടും ഭൂമിയെ രക്ഷിക്കാൻ യോഗ്യനാണ് എന്ന് ഈ 32 ലക്ഷണങ്ങൾ കൊണ്ട് ഗണിച്ചെടുക്കാൻ ആർക്കും കഴിയുമായിരുന്നു എന്നാണ് അഗസ്ത്യ മഹാമുനി പറയുന്നത്. അപ്പോൾ അഗസ്ത്യ മഹാമുനിയുടെ ഈ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 32 ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ഓരോ അവയവം നോക്കിക്കൊണ്ടും ആ അവയവത്തിൻ്റെ സ്ഥിതിഗതികൾ വച്ചുകൊണ്ട് ആ ഭാവിയിൽ ആ കുഞ്ഞ് എങ്ങനെയുള്ളതായിത്തീരും എന്ന് പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി ഈ ഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ലക്ഷണശാസ്ത്രം, ശരീര ലക്ഷണശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതായി പണ്ട് ഭാരതത്തിൽ കരുതിയിരുന്നു. ഇതുപോലെ തന്നെ യൗവനയുക്തനായി കഴിഞ്ഞപ്പോൾ, ഉഗ്രൻ യൗവനയുക്തനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹിതനാകാൻ ആഗ്രഹിച്ചു. പിതാവ് സുന്ദരേശൻ ഒരു ഭാര്യയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഇതേപോലുള്ള സ്ത്രീ ലക്ഷണമായ 32 ലക്ഷണങ്ങൾ തികഞ്ഞവളെയാണ് ഭാര്യയാക്കിയത് എന്നുകൂടി പറയുന്നുണ്ട്. നമുക്കതുകൊണ്ട് നോക്കാം. ഇക്കാലത്ത് കല്യാണനഗരി ഭരിച്ചിരുന്ന സോമശേഖരന് അതിസുന്ദരിയായ കാന്തിമതി എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. അതികഠിനമായ തപസ്സുകൊണ്ടുണ്ടായ പുത്രിയായി കാന്തിമതി വളർന്നു വന്നു. സോമശേഖരൻ ഒരു ഉത്തമ ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശിവഭക്തൻ്റെ മകളായി കാന്തിമതി ജനിച്ചപ്പോൾ ശിവതേജസ് മുഴുവനും ഈ കാന്തിമതിയിൽ തെളിഞ്ഞു നിന്നിരുന്നു. അതുപോലെ തന്നെ ബൃഹസ്പതിയെ പറഞ്ഞയച്ച് സുന്ദരേശൻ ഇവളുടെ ശരീരലക്ഷണങ്ങൾ ആദ്യം പഠിക്കുന്നുണ്ട്. ഈ വിവാഹാലോചന വന്നപ്പോൾ ആദ്യം ബൃഹസ്പതിയെ സുന്ദരേശൻ പറഞ്ഞയച്ചു ആ പെൺകുട്ടിയുടെ ശരീരലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കി വരാൻ. അങ്ങനെ ആ സ്ത്രീയുടെ ശരീരത്തിലെ 32 ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ കുട്ടിയായിരുന്നു അത്രേ കാന്തിമതി. അതുകൊണ്ടാണ് കാന്തിമതിയെ ഉഗ്രന് വിവാഹം ചെയ്ത് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ശരീരലക്ഷണശാസ്ത്രം ഇവിടെ പ്രായോഗികമായ രീതിയിൽ പരീക്ഷിച്ചു നോക്കുകയാണ് സുന്ദരേശൻ ചെയ്തത്. അപ്പോൾ അതിപ്രാചീന കാലത്ത് ശരീരലക്ഷണശാസ്ത്രത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് ഇവിടെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഉഗ്രന് പല ആയുധങ്ങൾ നൽകിയെന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധം ശക്തിവേലാണ്. സുബ്രഹ്മണ്യൻ്റെ കയ്യിലുള്ള ആ വേല് തന്നെയാണ് ശക്തിവേലായിട്ടിവിടെ ഉഗ്രന് കൊടുത്തത്. ആ വേല് കൊണ്ടാണ് ഭാവിയിൽ ഉഗ്രൻ ലോകത്തെ മുഴുവനും കീഴടക്കുകയും ലോകത്തെ മുഴുവനും തൻ്റെ കീഴിലുള്ള ഭരണത്തിൽ സുഖസമൃദ്ധിയോടെ സമ്പദ്സമൃദ്ധിയോടെ രാജ്യം ഭരിക്കുകയും എല്ലാം ചെയ്തത്. അപ്പോൾ ശക്തിവേലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുരുകന് ശക്തിവേൽ കൊടുത്തത് പരമശിവനാണ്. ആ ശക്തിവേൽ തന്നെയാണ് ഉഗ്രനും നൽകിയത് എന്നോർക്കുക. അപ്പോൾ സാക്ഷാൽ സുബ്രഹ്മണ്യൻ തന്നെയാണ് ഉഗ്രനായി ജനിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യനും ഉഗ്രനും ഒന്ന് തന്നെയാണ്. ആ ഉഗ്ര ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശക്തിവേലിൻ്റെ പ്രതിനിധി കൂടിയാണ് ഉഗ്രശബ്ദം. ആ ശക്തിയുടെ കരുത്ത് മുഴുവനും ഈ വേൽ നൽകുന്നതിലൂടെ സുബ്രഹ്മണ്യ ഭഗവാനും അതേപോലെ തന്നെ ഉഗ്രനും കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ശക്തിവേൽ എന്നുള്ളത് സത്യത്തിൽ ശക്തിയുടെ പ്രതീകമാണ്. ഈ ശക്തി സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ശക്തിവിശേഷം. ഒരുപക്ഷെ ആധുനിക ഭാരതത്തിലും നമുക്ക് ഈ ശക്തിയുടെ
സമ്പാദനത്തിന് വേണ്ടിയുള്ള ശ്രമം ആധുനിക കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശക്തി എവിടെയുണ്ടോ എവിടെയാണോ ശക്തി വേലുള്ളത് അവിടെ ലോകം മുഴുവനും കുമ്പിടും. അങ്ങനെ ശക്തിയുടെ പ്രതീകമായി ഭാരതം തീരാൻ ശ്രമിക്കുമ്പോഴും ഈ മുരുകൻ്റെ ശക്തി, ഉഗ്രൻ്റെ ശക്തിവേലിനെ കുറിച്ചിട്ടാണ് നാം ഓർത്തു പോകുന്നത്. അപ്പോൾ ശക്തിവേലിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് ലോകത്തിൻ്റെ മുഴുവനും നേതാവായി തീരാൻ കഴിയുള്ളൂ. ആ ശക്തിവേലാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം ശിവായ നമഃ.